നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. കുറച്ച് നേരം മുമ്പ് ഞാൻ വന്ന് പറഞ്ഞതുപോലെ നാളെയും സെയിം ടാസ്ക്കാണ്. ഞാൻ കുറച്ച് നേരം മുമ്പ് വന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, നാളെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ടാസ്ക്കാണ്, രാജാവിൻ്റെ ഈ പറയുന്ന ടാസ്ക് തന്നെയാണ് നാളെയും നടക്കാൻ പോകുന്നത്. നാട്ടുരാജാവാണ്. പിന്നെ കുറച്ച് ചേഞ്ചസ്, ഞാൻ പറഞ്ഞില്ല, കുറച്ച് ചേഞ്ചസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പണപ്പെട്ടി വെച്ച കാര്യവും പറഞ്ഞത്, പക്ഷേ പണപ്പെട്ടിയുടെ ഒരു കാര്യവും ഈ പറയുന്ന പോലെ പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ പണപ്പെട്ടി വെച്ചതെല്ലാം ഭയങ്കരമായിട്ട് പുറത്ത് ലീക്കായതും പിന്നെ പുറത്ത് ലീക്കായി അത് എല്ലാവരുടെയും കയ്യിൽ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ വേഗം തന്നെ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്നതായിരിക്കും. എന്തായാലും പണപ്പെട്ടി വെച്ചു. കാരണം ഞാൻ പണപ്പെട്ടി വെച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെയാണ് ഈ പറയുന്ന ഈ സെയിം ടാസ്ക് നാളെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പണപ്പെട്ടി പുതിയത് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഒരേ സമയത്ത് തന്നെയാണ്, ഒരിടത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പണപ്പെട്ടി ഉണ്ട്, ഒന്നും പേടിക്കേണ്ട, പണപ്പെട്ടി ഉണ്ട്. ചിലപ്പോൾ ഇന്ന് രാത്രി 12:15 പ്രൊമോയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ രാവിലത്തെ പ്രൊമോയിലായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ് പ്രൊമോക്കകത്ത് കുറച്ച് അടിപിടികളൊക്കെ നടക്കുന്നുണ്ട്. നാളെ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ പ്രൊമോക്കകത്ത് കാണിക്കുന്നത് ജിൻഡോ നാളെ രാജാവാകുന്നു. അതെ, ജിൻഡോ കണ്ണട എല്ലാം വെച്ചുകൊണ്ട് രാജപദവിയിലിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഒരു സീനിൽ ഋഷി അർജുനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എനിക്കത് അത് കറക്റ്റ് ആ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത് കാണിക്കുന്നുണ്ട്. കളർ ആദ്യം നമ്മുടെ പ്രൊമോ തുടങ്ങുന്നത് കളറിലാണ്, കളർ വിഷനിലാണ് നമ്മുടെ പ്രൊമോ തുടങ്ങുന്നത്. പക്ഷേ അർജുൻ ഋഷി കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇത് ബ്ലാക്കിൽ കാണിക്കുന്നു. എനിക്കിനി പണപ്പെട്ടി വല്ലോ എടുത്തിട്ട് കെട്ടിപ്പിടിക്കുന്ന സീൻ വല്ലോ തന്നെ എന്ന് എനിക്കൊരു ചിന്ന ഡൗട്ട്, നിങ്ങൾ കാര്യമാക്കണം, എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കളർ പ്രൊമോയാണ്. അതിനകത്ത് ജാസ്മിന് ജിൻഡോ എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. ജാസ്മിൻ അധികാരത്തിൽ വരുന്നു രാജ്ഞിയായിട്ട്. അപ്പം ഞാൻ പറയാതെ നിങ്ങൾ ഒരൊറ്റ കാര്യം ഇവിടെ ചെയ്യാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, എതിർക്കാൻ പാടില്ല, ഒരു പണി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഉത്തരവിടാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് പിന്നെ കാണിക്കുന്നത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു ടാസ്ക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടി കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന പോലത്തെ ഒരു ടാസ്ക് കാണിക്കുന്നുണ്ട്. പിന്നെ കണ്ണ് കെട്ടി ശ്രീതു നിൽക്കുന്നുണ്ട്, നോറ നിൽക്കുന്നുണ്ട്. കണ്ണ് കെട്ടി എന്തോ തപ്പാൻ പോകുന്നതും ഈ ഗാർഡൻ ഏരിയയിലേക്കാണ് തപ്പുന്നത്. അഭിഷേകമൊക്കെ അങ്ങനെ നിൽക്കും പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് വ്യക്തമല്ല എന്താണ് സംഭവം എന്ന്, ടാസ്കിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്നിട്ട് അവസാനം ഈ പറയുന്ന പോലെ ജാസ്മിൻ കിച്ചണിൽ വന്ന് ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജാസ്മിൻ്റെ ദണ്ടും അടിച്ചുകൊണ്ട് സിജു അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഋഷി അങ്ങോട്ട് അഭിഷേക് പറയണ, ദണ്ട് പോയി, ഇനി അനങ്ങാൻ പറ്റത്തില്ല, രാജ്ഞിക്ക് ജയിലിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹം, ജയിലിൽ അയക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് ഋഷി ജാസ്മിൻ കസേരയിൽ നിൽക്കുമ്പോൾ ജാസ്മിൻ എന്ന് പറഞ്ഞ്, നീ എന്ത് കാര്യം ഇവിടെ റൂളിനനുസരിച്ച് ചെയ്യുന്നത്, എല്ലാം നിൻ്റെ ഇഷ്ടത്തിനല്ലേ, നീ വല്ല കാര്യം ഇവിടെ ഒബേ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പം നാളെ എന്തായാലും പണപ്പെട്ടി ഉണ്ട്, ഈ പ്രൊമോയിലില്ലെന്ന് വിചാരിച്ച് പേടിക്കേണ്ട, പണപ്പെട്ടി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാസ്കും നാളെ ഈ സാധനം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ചിലപ്പം എന്തെങ്കിലും ചേഞ്ചുകൾ വന്നേക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.